ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നഷ്ടപ്രതാപങ്ങളുടെ വെണ്ണീർക്കുണ്ടിൽ നിന്നും ഒരു ഫീനക്സ് പക്ഷിയെ പോലെ 1980കളിൽ പട്ടത്താനം പുനർജനിക്കപ്പെട്ടു. ഭൂതകാലത്തിന്റെ നിഴലിൽ നിറം അല്പം മങ്ങിപ്പോയെങ്കിലും ഒരു ചരിത്രവിസ്മയത്തിലേക്കുള്ള എത്തിനോട്ടമെന്ന നിലയിൽ രേവതി പട്ടത്താനം ഇന്നും കൊണ്ടാടപ്പെടുന്നു. പുതിയ ഭാവത്തിലും രൂപത്തിലുമാണെന്ന് മാത്രം. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ മലയോര മേഖലയിൽ ഹർത്താലിൽ പരക്കെ അക്രമം. പൂർവ്വകാലത്തിന്റെ നഷ്ടപ്രതാപങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് തുലാമാസത്തിലെ രേവതി നാളിൽ തളി മഹാക്ഷേത്രത്തിൽ പട്ടത്താന മഹോത്സവം. CPM തങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ പലയിടത്തും അക്രമങ്ങൾ നടത്തുന്നതായി RMP സംസ്ഥാന കൺവെൻഷൻ നവംബർ 17-18 തീയതികളിൽ കോഴിക്കോട്ട്. വിശദമായ വാർത്തകളിലേക്ക്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ മലയോര മേഖലയിൽ പ്രതിഷേധം ആളുന്നു. ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ പരക്കെ അക്രമം. റോഡുകൾ ഉപരോധിച്ചും വാഹനങ്ങൾ തടഞ്ഞും ഹർത്താൽ പൂർണ്ണമാക്കി പ്രതിഷേധ പ്രകടനവും നടന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് മലയോര മേഖലകളിൽ നടന്ന ഹർത്താലിൽ വ്യാപക അക്രമം. ഇടത് വലത് സംഘടനകൾ ചിലയിടങ്ങളിൽ മാത്രമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. എന്നാൽ അക്രമ സംഭവങ്ങൾ ഏറെയും അരങ്ങേറിയത് ഹർത്താൽ പ്രഖ്യാപിക്കാത്ത മേഖലകളിലാണ്. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ഹർത്താൽ നടന്നത്. റോഡുകൾ ഉപരോധിച്ചും കടകൾ അടച്ചും ജോലി നിർത്തിവെച്ചും തെരുവിലിറങ്ങിയ അവസ്ഥയാണ് ഹർത്താൽ ദിനത്തിൽ കണ്ടത്. താമരശ്ശേരി, പുല്ലൂരാംപാറ, ആനക്കാമ്പൊയിൽ, പുന്നയ്ക്കൽ, കോടഞ്ചേരി, കൂടരഞ്ഞി, കാവുലുംപാറ, കൂരാച്ചുണ്ടി, ചക്കിട്ടപ്പാറ തുടങ്ങിയ ഇടങ്ങളിലാണ് ആക്രമണങ്ങൾ നടന്നത്. റോഡുകളിൽ ടയറുകളിലിട്ട് കത്തിച്ച് വഴി തടഞ്ഞു. താമരശ്ശേരിയിൽ വനം വകുപ്പ് ഓഫീസിന് പ്രവർത്തകർ തീയിട്ടു. വിവിധ മലയോര പ്രദേശങ്ങളിൽ ശനിയാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രേവതി പട്ടത്താനം കോഴിക്കോട് തളി മഹാദേവക്ഷേത്രത്തിൽ നടന്നു. വൈദിക കർമ്മങ്ങൾക്ക് ശേഷം തളി ഗുരുവായൂരപ്പൻ ഹാളിൽ സജ്ജമാക്കിയ പട്ടത്താന സദസ്സിൽ കാഞ്ചികാമകോടി പീഠാധിപതി ജയേന്ദ്ര സരസ്വതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. വർഷം തോറും നടത്തിവരാറുള്ള രേവതി പട്ടത്താന ആഘോഷങ്ങൾക്ക് തളി പരിസരം വേദിയായി. കേരളത്തിന്റെ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ മികച്ച ഉദാഹരണമായിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് നടത്തിവന്ന രേവതി പട്ടത്താനം എന്ന വിദ്വൽ സദസ്സ് കോഴിക്കോട് തളി ക്ഷേത്രത്തിലാണ് നടന്നു വന്നിരുന്നത്. തുലാമാസത്തിലെ രേവതി നാളിൽ ആരംഭിച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന പണ്ഡിത സദസ്സിൽ മീമാംസ, വേദാന്തം, വ്യാകരണം എന്നിവയായിരുന്നു മുഖ്യ ചർച്ചാ വിഷയങ്ങൾ. കേരളത്തിനകത്തും പുറത്തുനിന്നും പണ്ഡിതന്മാർ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. വാദപ്രതിവാദങ്ങളിൽ അസാധാരണമായ പാണ്ഡിത്യം പ്രകടമാക്കുന്നവരെ ഭട്ടസ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു. പയ്യന്നൂർ മനയ്ക്കലിലെ പ്രധാനിയായിരുന്നു മുഖ്യവിധികർത്താവ്. കേരളത്തിലെ എല്ലാ സഭാമണ്ഡലങ്ങളിലെയും പ്രതിനിധികൾ രേവതി പട്ടത്താനത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അവസാന ദിവസം വിധികർത്താക്കൾ നൽകുന്ന പേരുകൾ മന്ത്രിപ്രമുഖനായ മങ്ങാട്ടച്ചൻ സദസ്സിൽ വായിക്കുകയും വിജയികൾക്ക് സാമൂതിരി പട്ടത്താന പദവിയും പണക്കിഴിയും നൽകുകയും ചെയ്യും. വേദാന്ത വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ കൊണ്ടും വാദപ്രതിവാദങ്ങൾ കൊണ്ടും പട്ടത്താന വേദി ഇന്നും മുഖരിതമാണ്. കാവ്യപ്രതിഭകളെ കണ്ടെത്താനും കലാകാരന്മാരെ ആദരിക്കുവാനും ഈ പട്ടത്താന സമിതിയും ശ്രമിക്കാറുണ്ട്. ഈ വർഷത്തെ കൃഷ്ണഗിരി പുരസ്കാരത്തിന് അർഹമായത് പൊന്നങ്കോട് ഗോപാലകൃഷ്ണന്റെ ഇതം ന മമ്മ കവിതയ്ക്കാണ് ലഭിച്ചത്. ഈ വർഷത്തെ ക്ഷേത്ര കലാകാരനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് കൃഷ്ണനാട്ടത്തിലെ പ്രധാന വേഷങ്ങൾ ചെയ്തുവരുന്ന വി ഉണ്ണികൃഷ്ണനെയാണ്. തളി ക്ഷേത്രത്തിലെ വൈദിക കർമ്മങ്ങൾക്കു ശേഷം തളി സാമൂതിരി ഗുരുവായൂരപ്പൻ ഹാളിൽ സജ്ജമാക്കിയ പട്ടത്താനശാലയിലാണ് യോഗ നടപടികൾ ആരംഭിച്ചത്. മഹാദേവനും ശ്രീകൃഷ്ണ ഭഗവാനും ഉദയാസ്തമയ പൂജ, ഉഗ്ര നരസിംഹമൂർത്തിക്ക് നവകം പഞ്ചഗവ്യത്തോടുകൂടിയ വിശേഷൽ പൂജയ്ക്ക് ശേഷം പട്ടത്താന സദസ്സ് നടത്തപ്പെട്ട വാതിൽ മാടത്തിൽ കൂടല്ലൂർ നമ്പൂതിരിപ്പാട് നിശ്ചയിച്ച വേദപണ്ഡിതന് സാമൂതിരി രാജാവ് ആചാരപ്രകാരം പണക്കിഴി നൽകി ആദരിച്ചു. തുടർന്ന് തളി ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തോടുകൂടി ഘോഷയാത്ര ആരംഭിച്ചു. മഹാമഹിമ ശ്രീ ശ്രീമാന വിക്രമൻ സാമൂതിരിപ്പാടിന്റെ പട്ടത്താനശാല പ്രവേശനത്തോടെ പരിപാടികൾ ആരംഭിച്ചു. കാഞ്ചികാമകോടി പീഠാധിപതി ജയേന്ദ്ര സരസ്വതി സ്വാമികൾ ഈ വർഷത്തെ രേവതി പട്ടത്താന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
കേരളത്തിന്റെ സംസ്കൃതി ഉന്നതങ്ങളിലെത്തിച്ച രേവതി പട്ടത്താന മഹോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നതായി അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്മരണിക പ്രകാശനം ശ്രീമാന വിക്രം സാമുദ്രിപ്പാട് നിർവഹിച്ചു. ചേർന്ന ശങ്കരനാരായണ നമ്പൂതിരിപ്പാട് ഏറ്റുവാങ്ങി. തുടർന്ന് ഋഗ്വേദ സംഹിത, വാക്യാർത്ഥ സദസ്സ്, പ്രഭാഷണം, അക്ഷയശ്ലോക സദസ്സ്, വേദപ്രഭാഷണം എന്നിവ നടന്നു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് ശനിയാഴ്ച കോഴിക്കോട് തുടക്കമാകും. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 6000 പേരെ ഉൾക്കൊള്ളാവുന്ന പന്തലിന്റെ വേദിയിൽ 150 പേർക്ക് ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി 2500ഓളം പോലീസുകാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ശനിയാഴ്ച മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നടക്കുന്ന മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ പന്തൽ നിർമ്മാണങ്ങൾ പൂർത്തിയായി. കസേരകൾ സജ്ജീകരിച്ചു. വ്യാഴാഴ്ചത്തെ പൊതു അവധിയിലും അവസാനഘട്ട മിനുക്കുപണിയിൽ സഹകരിക്കാൻ കലക്ടറേറ്റിലെ നിരവധി ജീവനക്കാരും എത്തിയിരുന്നു. എല്ലാ സർക്കാർ ഓഫീസുകൾക്കും ഓരോ കൌണ്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. സർക്കാർ കൌണ്ടറുകളുടെ പ്രവർത്തന റിഹേഴ്സൽ രാവിലെ 10 മണിക്ക് നടന്നു. ജില്ലയിലെ മുഴുവൻ വില്ലേജ് ഓഫീസർമാരോടും ജനസമ്പർക്ക പരിപാടിക്ക് ഹാജരാവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിലേക്കുള്ള വേദിയിലേക്ക് 4 ഗേറ്റുകളുണ്ടാകും. ഇതിൽ ഒരു ഗേറ്റിലൂടെ മുഖ്യമന്ത്രി അടക്കം വിഐപികളെ മാത്രമേ കടത്തിവിടൂ. പന്തലിന്റെ ഉൾഭാഗം ഇരുമ്പ് വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. സ്റ്റേജിന് 20 മീറ്റർ മാറിയാണ് പരാതിക്കാർക്ക് ഇരിപ്പിടം ഒരുക്കിയത്. എ, ബി എന്നിങ്ങനെ 2 ഇരുമ്പ് വേലികൾക്കുള്ളിലായിരിക്കും പരാതികളുമായി എത്തുന്നവരുടെ ഇരിപ്പിടം. മുൻഗണനാ ക്രമത്തിൽ പരാതിക്കാരെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി പരാതി കേൾക്കും. നിലവിൽ 10,000-ലേറെയധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പരാതിക്കാർക്ക് മുഖ്യമന്ത്രിയെ കാണാൻ സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ വിഭാഗത്തിലുള്ള പരാതിക്കാർക്കും പ്രത്യേകം സമയം അനുവദിക്കും. അതാത് വിഭാഗത്തിലെ പരാതികൾ സ്വീകരിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് പരാതിക്കാർ എത്തിയാൽ മതി. പുതിയ പരാതിയുമായി എത്തുന്നവർക്ക് ഗ്രൌണ്ടിന്റെ എതിർവശത്തുള്ള സെന്റ് ജോസഫ് ചർച്ച് ഗ്രൌണ്ടിൽ ഇരിപ്പിടം സജ്ജീകരിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നൽകിയ പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചതിനു ശേഷമേ മുഖ്യമന്ത്രിയെ പുതിയ പരാതിക്കാർ കാണൂ. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി 25,000 പോലീസുകാരെ നഗരത്തിൽ വിനിയോഗിച്ചിട്ടുണ്ട്. പരാതി പരിഹരിക്കുന്നതിന് 1500ഓളം സർക്കാർ ജീവനക്കാർ പന്തലിലുണ്ടാകും. ഡ്യൂട്ടിയിലുള്ള 4000 പേർക്ക് പന്തലിൽ തന്നെ ഭക്ഷണം വിതരണം ചെയ്യും. 4000 വെജിറ്റബിൾ ബിരിയാണിക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. പരാതിയുമായി എത്തുന്ന മുഴുവൻ പേർക്കും ഹോട്ടൽ ബാർ ഉടമകൾ ഭക്ഷണം സ്പോൺസർ ചെയ്തതായി അധികൃതർ പറഞ്ഞു. പരാതിയുമായി വരുന്ന കിടപ്പ് രോഗികൾക്ക് വിശ്രമിക്കാൻ സെന്റ് ജോസഫ് ദേവാലയത്തിനുള്ളിൽ സൌകര്യമൊരുക്കാമെന്ന് ഇടവകയും അറിയിച്ചിട്ടുണ്ട്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കാൻ പുതിയ അപേക്ഷകർ തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പ് സമർപ്പിക്കണമെന്ന് കലക്ടർ സി. ലത അറിയിച്ചു. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന കൺവെൻഷൻ നവംബർ 17, 18 തീയതികളിൽ കോഴിക്കോട് നടക്കുമെന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ സമ്മേളനത്തിന്റെ പ്രചരണത്തിൽ വിളറിപൂണ്ട CPM തങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയാണെന്നും RMP നേതാക്കൾ പറഞ്ഞു. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന കൺവെൻഷൻ നവംബർ 17, 18 തീയതികളിൽ കോഴിക്കോട് TP ചന്ദ്രശേഖരൻ നഗറായ സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കൺവെൻഷനിൽ വെച്ച് സംസ്ഥാനതലത്തിൽ രൂപീകരിക്കുന്ന പാർട്ടിയുടെ പ്രഖ്യാപനമുണ്ടാകും. എല്ലാ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 600 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 1.5 പതിറ്റാണ്ടിലേറെയായി CPIM-ൽ നടക്കുന്ന ആശയ സമരങ്ങളുടെ ഭാഗമായി പുറത്തുവന്ന വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ സമ്മേളനത്തിന്റെ പ്രചരണത്തിൽ വിറളിപൂണ്ട CPM നേതാക്കൾ തങ്ങളുടെ പ്രവർത്തകർക്കു നേരെ ആക്രമണം അഴിച്ചുവിടുകയാണെന്നും RMP നേതാക്കൾ ആരോപിച്ചു. അതുപോലെ പ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണം ഇന്നിപ്പോ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകരുടെ വീട്ടിനെതിരെ രാത്രി കണ്ടെയ്നർ ഈ പ്രവർത്തനം ആ രൂപത്തിലുള്ള CPM-ന്റെ ഫാസിസ്റ്റ് നിലപാടുകൾ ഈ പ്രവർത്തനം തടസ്സപ്പെട്ടാൽ തുടരുന്ന രൂപത്തിലേക്കുള്ള ശക്തമായ ഇടപെടലുകൾ CPI-ന്റെ ഭാഗത്ത് ഈ പ്രവർത്തനത്തെ തകർക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഖനന മാഫിയയ്ക്ക് വേണ്ടിയാണ് ഇടത് വലത് മുന്നണികൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ശബ്ദിക്കുന്നതെന്നും ചെറുകിട കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാണ് പാർട്ടിയുടെ നയമെന്നും RMP നേതാക്കൾ കോഴിക്കോട് പറഞ്ഞു. ശരണമന്ത്രങ്ങളുമായി ശനിയാഴ്ച മണ്ഡലകാല വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമാകും. കറുപ്പും മാലകളും മറ്റു പൂജാ സാധനങ്ങളുമായി മണ്ഡലകാലത്തെ വരവേൽക്കാൻ നഗരത്തിൽ കച്ചവടക്കാരും ഒരുങ്ങിക്കഴിഞ്ഞു. മിതമായ വിലയും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മണ്ഡല വ്രതം അനുഷ്ഠിക്കുന്നവരുടെ എണ്ണത്തിലുണ്ടായ വർധനവും കച്ചവടം ലാഭകരമാക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ തണുപ്പും ശരണമന്ത്രങ്ങളുമായി മണ്ഡലകാല വ്രതാരംഭത്തിന് ശനിയാഴ്ച തുടക്കമാകും. 10,000-കണക്കിന് ആളുകളാണ് ഈ മണ്ഡലകാലത്തിൽ സ്വാമിയെ ദർശിക്കാനായി തയ്യാറെടുക്കുന്നത്. മണ്ഡലകാല വ്രതാനുഷ്ഠാനങ്ങൾക്കു വേണ്ട കറുപ്പും മാലകളും മറ്റു പൂജാ സാധനങ്ങളുമായി നഗരത്തിൽ കടകളും സജീവമായിട്ടുണ്ട്. കന്യാസ്വാമികൾക്കായുള്ള തുളസിമാലകൾ, മുത്തുമാലകൾ, ചന്ദനത്തിലും രക്തചന്ദനത്തിലും നിർമ്മിച്ച മാലകളുമാണ് സ്വാമികൾക്കായി കടകളിൽ എത്തിയിട്ടുള്ളത്. 30 രൂപ മുതൽ 150 രൂപ വരെയാണ് മാലകളുടെ വില. കൂടാതെ ചൈനയിൽ നിന്നും എത്തിയ ചൈന മാലയും ഈ പ്രാവശ്യത്തെ മാലകളിൽ പ്രധാനിയാണ്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്നുമാണ് മാലയും കറുപ്പുമുണ്ടും എത്തുന്നത്.
കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മണ്ഡലവ്രതം അനുഷ്ഠിക്കുന്നവർ ഏറെയാണ്. കൂടാതെ പൂജാ സാധനങ്ങളുടെ വിലയിലും മാറ്റമില്ല. അതിനാൽ കച്ചവടം ലാഭകരമാകും എന്ന പ്രതീക്ഷയിലാണ് നഗരത്തിലെ കച്ചവടക്കാർ. വൃശ്ചികം 1 ശനിയാഴ്ച പുലർച്ചെ 4 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ പുതിയ മേശാന്തിമാർ ശബരിമലയിൽ നടകൾ തുറക്കും. തീർത്ഥാടകരെ പമ്പയിൽ എത്തിക്കുന്നതിന് KSRTC പ്രത്യേക സർവീസുകൾ തുടങ്ങി. 256 ബസ്സാണ് ആദ്യഘട്ടത്തിൽ സ്പെഷ്യൽ സർവീസിന് ഒരുങ്ങിയത്. ഇതിൽ 100 എണ്ണം നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ് നടത്തും. ജില്ലാ വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. കൊള്ളാലോ. ഏതാ സാർ പുതിയ പരസ്യം? ഇത് നിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള പരസ്യമാണ്. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. എനിക്കോ? മക്കളൊക്കെ വലുതായി വരികയല്ലേ, സ്വർണം സമ്പാദിക്കണ്ടേ? ലളിതമായ തവണകളിൽ സ്വർണത്തിൽ നിക്ഷേപിക്കൂ. കാലാവധി തീരുമ്പോൾ വർദ്ധിച്ച മൂല്യവും ബോണസും നേടും. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക അപ്പോൾ തന്നെ സ്വർണമായി മാറ്റുന്നു. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. ലാലേട്ടാ, ഇത് ഏതാ ഷൂട്ടിംഗ്? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്യം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. വാർത്തകൾ തുടരുന്നു. ഒരു പിടി നല്ല സിനിമകളുടെ ഭാഗമായി മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ പ്രമുഖ നടൻ അഗസ്റ്റിന് നാടിന്റെ അന്ത്യാഞ്ജലി. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പ്രിയനടന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പാറപ്പടി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ സംസ്കാര കർമ്മങ്ങൾ നടന്നു. മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ഓർക്കുന്ന ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ സ്വാഭാവിക അഭിനയ ശൈലിയുടെ എത്തിച്ച പ്രമുഖ നടനായിരുന്നു അഗസ്റ്റിൻ. അദ്ദേഹത്തിന്റെ മരണം സിനിമാ ലോകത്തിനും സിനിമാ പ്രേമികൾക്കും തീരാ നഷ്ടമാണ്. 3.5 പതിറ്റാണ്ട് പിന്നിട്ട അഭിനയ ജീവിതത്തിനിടയിൽ ചെറുതും വലുതുമായി 300ഓളം വേഷങ്ങൾ ചെയ്തു. ഹാസ്യ കഥാപാത്രമായും വില്ലനായും രാഷ്ട്രീയ നേതാവായും കാര്യസ്ഥനായും നായകന്റെ സുഹൃത്തുമെല്ലാമായി സിനിമയിൽ നിറഞ്ഞുനിന്ന അഗസ്റ്റിൻ മികച്ച സ്വഭാവ നടന്മാരിലൊരാളായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിലൂടെ മിഴിരണ്ടിലും എന്ന സിനിമയുടെ പിറവിക്കും കാരണമായി. കോടഞ്ചേരി കുന്നുംപുറത്ത് മാത്യുവിന്റെയും റോസിയുടെയും മൂത്ത മകനായി ജനിച്ച അഗസ്റ്റിൻ സ്കൂൾ നാടകവേദിയിലൂടെയാണ് അഭിനയ ലോകത്തേക്ക് കാൽവെച്ചത്. സിനിമാ മോഹവുമായി കോടമ്പക്കത്തേക്ക് പോയെങ്കിലും അവസരമൊന്നും ലഭിച്ചില്ല. പിന്നീട് സ്വപ്നമെന്ന പോലെ സ്വപ്നലോകം എന്ന സിനിമയിൽ വേഷമിടാൻ അവസരം ലഭിച്ചു. തുടർന്ന് ശ്രീധരന്റെ 1-ാം തിരുമുറിവ്, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, ചമയം, ദേവാസുരം, കമ്മീഷണർ, കാഴ്ച, തിരക്കഥ, കേരള കഫേ തുടങ്ങി ഒരുപിടി നല്ല സിനിമകളുടെ ഭാഗമായി. പക്ഷാഘാതം ബാധിച്ച് 1.5 വർഷത്തോളം അഭിനയ രംഗത്തു നിന്നും വിട്ടുനിന്നെങ്കിലും അസുഖത്തെ മറന്ന് താങ്ങുവടിയുടെ സഹായത്തോടെ ബാബൂട്ടിയുടെ നാമത്തിലും ഷട്ടറും അഭിനയിച്ചു. എന്നാൽ അത് സിനിമാ ലോകത്തോടുള്ള വിടപറയൽ കൂടിയായിരുന്നു. അസുഖം വെളിച്ചത്തിന്റെ ശബ്ദത്തിന്റെയും ലോകത്തു നിന്നും അദ്ദേഹത്തെ എന്നേക്കുമായി മടക്കി വിളിച്ചു. അദ്ദേഹത്തിന്റെ സിനിമകളും അഭിനയ മുഹൂർത്തങ്ങളും എന്നും മലയാളത്തിന്റെ സിനിമാ പ്രേമികൾ ഓർക്കും. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ അവകാശ നിയമം അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ നാം ശ്രദ്ധിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. കുരിച്ചിറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലം MLAയും സാമൂഹ്യനീതി പഞ്ചായത്ത് കാര്യ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ MK മുനീറിന്റെ നേതൃത്വത്തിൽ കേരള പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച 2,22 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 3 നിലകളിലായി 18 മുറികളുള്ള പുതിയ കെട്ടിടത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ക്ലാസുകൾ, ലബോറട്ടറികൾ, ഓഫീസ് എന്നിവയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ലബോറട്ടറികളുമാണ് പ്രവർത്തിക്കുക. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ് നിർവഹിച്ചു. ആ പാസ് മാർക്ക് വാങ്ങിയിട്ടുണ്ട് ഓരോ കുട്ടിയും എന്ന് ഉറപ്പുവരുത്താനും കുട്ടിക്ക് കഴിയണം, അധ്യാപകർക്ക് കഴിയണം, രക്ഷിതാക്കൾക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ സ്കൂളുകളുടെ പഠന നിലവാരം വലിയ തോതിൽ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ അവകാശ നിയമം അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ നാം ശ്രദ്ധിക്കണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് PK അബ്ദുറബ്ബ് പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി MK മുനീർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ CH അജയ് കുമാർ, ഹെഡ്മാസ്റ്റർ MK ഹസൻ ഗോയ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. പഞ്ചാബ് നാഷണൽ ബാങ്ക് സർക്കിൾ ഹെഡ് KA രവിശങ്കർ ഫർണിച്ചർ വിതരണം ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ KP അബ്ദുള്ളക്കോയ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AP പ്രമോദ്, ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ്, K മൊയ്തീൻ കോയ, NC അബൂബക്കർ,
വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി, കൌൺസിലർമാരായ പി കിഷൻ ജദ്, സി പി മുസാഫർ അഹമ്മദ്, ടി പി രാമകൃഷ്ണൻ, കെ സി അബു, ഉമ്മർ പാണ്ഡികശാല, പി രഘുനാഥ്, ഐ വി ശശാങ്കൻ, സി എം വിജയകൃഷ്ണൻ, മുക്കം മുഹമ്മദ് തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലെ കർഷകരിൽ നിന്നും ഭൂനികുതി സ്വീകരിക്കണമെന്ന സർക്കാർ ഉത്തരവ് കലക്ടർ അവഗണിക്കുകയാണെന്ന് മലയോര കർഷക ആക്ഷൻ കമ്മിറ്റി. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ മാത്രമാണ് പ്രതീക്ഷയെന്നും മലയോര കർഷകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചൂണ്ട്, കാന്തലാട് തുടങ്ങിയ വില്ലേജുകളിൽ 200ഓളം കർഷകരുടെ ഭൂനികുതി 2002 നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി കാലം നീണ്ടുനിന്ന ജനകീയ സമരങ്ങളുടെ അവസാനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇടപെടുകയും 2013 ജനുവരി 16 റവന്യൂ, വനം മന്ത്രിമാർ, ഇരുവകുപ്പുകളുടെ തലവന്മാർ, കോഴിക്കോട് MP, MLA, കലക്ടർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ കർഷക സംഘടനാ നേതാക്കൾ തുടങ്ങിയവരുടെ യോഗം ചേർന്ന് എടുത്ത തീരുമാനങ്ങളും സർക്കാർ ഉത്തരവുകളും മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും നേരിട്ട് നൽകിയ നിർദ്ദേശങ്ങളും ജില്ലാ കലക്ടർ ബോധപൂർവം അവഗണിക്കുകയാണെന്ന് മലയോര കർഷക ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂട ഭീകരതയുടെ ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ തരില്ല. ഭരണകൂട ഭീകരതയുടെ ഒരു പ്രതിഫലമാണ് ഞങ്ങളുടെ കർഷകർ ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഈ ദുരന്തം എന്ന് ഞാൻ പറയാതിരിക്കുന്നത്. പുതുതായി ജില്ലയിൽ ചാർജെടുത്ത കലക്ടറോട് സർക്കാർ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ബന്ധപ്പെട്ടവരുടെ യോഗം വിളിക്കുവാൻ നിർദ്ദേശം നൽകിയെങ്കിലും റവന്യൂ, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം യോഗം വിളിച്ചു വരുത്തി നികുതി സ്വീകരിക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവ് റദ്ദാക്കാൻ ജില്ലാ കലക്ടർ ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്നും ഇത് സർക്കാർ ഉത്തരവ് അട്ടിമറിക്കുവാനുള്ള കലക്ടറുടെ ഗൂഢാലോചനയായി കാണുവാൻ കഴിയുമെന്നും അവർ ആരോപിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനവും ലൈബ്രറിയന്മാരും എന്ന വിഷയത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. NGO യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനവും ലൈബ്രറിയന്മാരും എന്ന വിഷയത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. NGO യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസ്ഥാനവും ലൈബ്രറിയന്മാരും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ചേമ്പിൽ വിവേകാനന്ദൻ വിഷയാവതരണം നടത്തി. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള നമ്മുടെ പ്രത്യാശയ്ക്കുള്ള അതുകൊണ്ട് തന്നെ വായനശാലകളെ തുറന്നിരിച്ചുകൂടായെന്ന് നല്ല മനുഷ്യർ പറയുന്നു. ഇതിന് ഒരുപാട് പ്രയത്നമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ കേരളത്തിലെ എവിടെ ചെന്ന് ബസ്സിറങ്ങിയാൽ, കേരളത്തിലെ ഏത് ഗ്രാമത്തലങ്ങളിൽ നടന്നെത്തിയാൽ, ഓടിത്തളർന്നെത്തിയാൽ നമ്മുടെ രഥം താളച്ചാൽ. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ചന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെയും മോഷണത്തിനെതിരെയും ശ്രദ്ധയോടുകൂടി മുൻകരുതലെടുക്കാൻ സമൂഹം തയ്യാറാവണമെന്ന് എളമരം കരീം MLA. DYFI കോട്ടൂലി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DYFI കോട്ടൂളി മേഖലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ലഹരിക്കും മയക്കുമരുന്നിനും സാമൂഹിക ജീർണതയ്ക്കുമെതിരെ ബഹുജന കൂട്ടായ്മയും സംഘടിപ്പിച്ചു. പരിപാടി എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെയും മോഷണത്തിനെതിരെയും ശ്രദ്ധയോടുകൂടി മുൻകരുതലെടുക്കാൻ സമൂഹം തയ്യാറാവണമെന്ന് എളമരം കരീം പറഞ്ഞു. സാമൂഹ്യ ജീർണതയ്ക്കെതിരെ സമൂഹത്തിന്റെ ബോധം ഉയർത്തുക എന്ന ലക്ഷ്യമാണ് ഈ സമ്മേളനത്തിലെ ചർച്ചയുടെ പ്രധാന ഉദ്ദേശം. നമ്മുടെ സമൂഹത്തിൽ നിരവധിയായ ജീർണതകൾ, എതിർക്കപ്പെടേണ്ട പ്രവണതകൾ, ഉപേക്ഷിക്കപ്പെടേണ്ട ശീലങ്ങൾ, ഇതെല്ലാം. ചടങ്ങിൽ DYFI മേഖലാ പ്രസിഡന്റ് P രാജേഷ് അധ്യക്ഷനായിരുന്നു. 250ഓളം കുട്ടികൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. DYFI മേഖലാ ജോയിന്റ് സെക്രട്ടറി ഷൈജു, DYFI അഖിലേന്ത്യാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, KP ഹരിദാസ്, K രവീന്ദ്രൻ, TV പ്രമോദ്, NP സുധീന്ദ്രൻ, സുഷാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും.
നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 14 ഷോറൂമുകൾ, 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. പഠനത്തോടൊപ്പം കലാകായിക പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ട് മികവ് തെളിയിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാവണമെന്ന് സംസ്ഥാന റൂറൽ ഡെവലപ്മെന്റ് കമ്മീഷണർ KV മോഹൻകുമാർ. ചേവായൂർ ഉപജില്ലാ സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലാ വാർത്തകൾ.com തയ്യാറാക്കിയ വെബ്സൈറ്റ് ടെലികാസ്റ്റിംഗ് സംവിധാനം എരഞ്ഞിക്കൽ PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേവായൂർ ഉപജില്ലാ സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഓൺലൈൻ വെബ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞിക്കൽ PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഓൺലൈൻ വെബ് ടെലികാസ്റ്റിംഗ് സംവിധാനം സംസ്ഥാന റൂറൽ ഡെവലപ്മെന്റ് കമ്മീഷണർ KV മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ വാർത്തകൾ.com ആണ് ചേവായൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഓൺലൈൻ വെബ് സംവിധാനം തയ്യാറാക്കിയത്. കലോത്സവത്തിന്റെ വാർത്തകളും വിശേഷങ്ങളും ലോകത്തെവിടെ നിന്നും ഡൌൺലോഡ് ചെയ്തെടുക്കാനും ആസ്വദിക്കാനുമുള്ള അവസരമാണ് ഇതുവഴി ലഭിക്കുന്നത്. പഠനത്തോടൊപ്പം കലാകായിക പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ട് മികവ് തെളിയിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാവണമെന്ന് KV മോഹൻകുമാർ വെബ് ടെലികാസ്റ്റിംഗ് സംവിധാനം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. ചടങ്ങിൽ PV ഗംഗാധരൻ മുഖ്യാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് AK പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ P അനിൽ, പ്രിൻസിപ്പൽ സജീവൻ കളത്തിൽ, റോഷൻ ബാബു, B സുധീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ബാലാവകാശങ്ങളും സമകാലിക സാമൂഹിക സാഹചര്യങ്ങളും എന്ന വിഷയത്തിൽ പ്രതിരോധ വേദിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന പരിപാടി പ്രൊഫസർ NP ഹാഫിസ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിലാണ് ബാലാവകാശങ്ങളും സമകാലിക സാമൂഹ്യ സാഹചര്യങ്ങളും എന്ന വിഷയത്തിൽ പ്രതിരോധവേദി കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി കോഴിക്കോട് വെള്ളിമാടുകുന്നിൽ തന്റേടം ജെൻഡർ പാർക്ക് തുടങ്ങുമെന്ന സർക്കാർ പ്രഖ്യാപനം വന്നിട്ട് വർഷങ്ങളായി. എന്നാൽ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. സാമൂഹികക്ഷേമ വകുപ്പ് മുഖേന കേരള സർക്കാർ നടപ്പാക്കുമെന്നറിയിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കുമേറെ ഉപകാരപ്രദമായ ഈ പദ്ധതിക്കായി കഴിഞ്ഞ ബജറ്റിൽ 6 കോടി രൂപ നീക്കിവെച്ചെങ്കിലും ആഘോഷമായ തറക്കല്ലിടൽ കർമ്മം നടത്തിയതല്ലാതെ മറ്റൊരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. ജെൻഡർ പാർക്ക് കോഴിക്കോട് നിന്നും മാറ്റുമോ എന്ന ആശങ്കയും ഉണ്ട്. ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ജെൻഡർ പാർക്ക് കോഴിക്കോട് തന്നെ നിലനിർത്തി എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് കൺവെൻഷൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പ്രതിരോധ വേദി ചെയർപേഴ്സൺ VP സുഹറ അധ്യക്ഷം വഹിച്ചു. NP ഹാഫിസ് മുഹമ്മദ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി കാർമൽ കോളേജ് മലയാള വിഭാഗം മേധാവി കുസുമൻ ജോസഫ്, ശിശുക്ഷേമ സമിതി മലപ്പുറം ചെയർമാൻ അഡ്വക്കേറ്റ് ഷെരീഫ് ഉള്ളത്ത്, അഡ്വക്കേറ്റ് DV ദിവ്യ, ഡോക്ടർ ഗദിജ മുംതാസ്, അഡ്വക്കേറ്റ് മരിയ നജ്മ, അഡ്വക്കേറ്റ് ബഷീർ K അജിത, ഡോക്ടർ അസീസ് തരുവണ, ഡോക്ടർ KS ജയശ്രീ, അഡ്വക്കേറ്റ് CK സീനത്ത് എന്നിവർ സംസാരിച്ചു. ചാച്ചാജിയുടെ സ്മരണയിൽ ജില്ലയിലെങ്ങും ശിശുദിന പരിപാടികൾ സംഘടിപ്പിച്ചു. നെഹ്റുവിന്റെ ഛായാപടത്തിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ അരുമ മക്കളെ അരിയരുത് എന്ന വിഷയത്തിൽ പ്രമുഖ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ അരുമകളെ അരിയരുത് എന്ന പേരിൽ ക്യാൻവാസിലൂടെ സാമൂഹിക പ്രതികരണം നടത്തി. ശിശുദിനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് മാനാഞ്ചിറ കിഡ്സ് ആൻഡ് കോർണർ പരിസരത്ത് ചിത്രകാരന്മാരുടെ കൂട്ടായ്മയിൽ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം ആർട്ടിസ്റ്റ് മദനൻ നിർവഹിച്ചു. തുടർന്ന് ജില്ലയിലെ പ്രമുഖ ചിത്രകാരന്മാരായ ജയൻ ബിലാത്തികുളം, ലിസിലി ഉണ്ണികൃഷ്ണൻ, ബാബു ഗുരുകുലം, സുരേഷ് MT, മുരളി ബേപ്പൂർ, പവിത്രൻ KM തുടങ്ങിയവർ ക്യാൻവാസിൽ കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾ പകർത്തി. തുടർന്ന് വിദ്യാർത്ഥികളും ചിത്രങ്ങൾ വരച്ചു. PV ഗംഗാധരൻ, ഡോക്ടർ K മൊയ്തു, രമേശ് നമ്പ്യത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മദിനം ശിശുദിനമായി നാടെങ്ങും ആഘോഷിച്ചു. നെഹ്റുവിന്റെ ഛായാപടത്തിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടന്നു. ഫോറസ്ട്രി ബോർഡ് സംഘടിപ്പിച്ച നെഹ്റു അനുസ്മരണ ചടങ്ങ് ഡോക്ടർ K മൊയ്തു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് M രാജൻ അധ്യക്ഷം വഹിച്ചു. EV ഉസ്മാൻ കോയ പ്രസംഗിച്ചു. നെഹ്റു വിചാർ വേദി നടത്തിയ നെഹ്റു ജന്മദിനാഘോഷം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. EK ഗോപാലകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. KC രാമചന്ദ്രൻ, റിട്ടയർഡ് ജസ്റ്റിസ് PN ശാന്തകുമാരി അമ്മ, ഡോക്ടർ PK ചാക്കോ, അഡ്വക്കേറ്റ് M രാജൻ,
ഡോക്ടർ കെ മൊയ്തു, ദേവദാസ് നെല്ലിക്കോട്, എൻ ഭാഗ്യനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്റർനാഷണൽ ഗാന്ധിയൻ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ആശ്രമത്തിൽ നടത്തിയ ശിശുദിന പരിപാടി ഡോക്ടർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നവംബർ 16, 17 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കും. 16-ാം തീയതി ബാലുശ്ശേരിയിൽ വെച്ച് സെമിനാറും 17-ാം തീയതി കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രതിനിധി സമ്മേളനവുമാണ് നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 16-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ബാലുശ്ശേരിയിൽ വെച്ച് പൊതുവിതരണ സമ്പ്രദായത്തിൽ സഹകരണ മേഖലയുടെ പങ്ക് എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. 17-ാം തീയതി രാവിലെ 10 മണിക്ക് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനം CITU ദേശീയ സെക്രട്ടറി P. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി നേതാക്കൾ പറഞ്ഞു. ICSE ISC ഉത്തരമേഖല കലോത്സവം നവംബർ 18 തിങ്കളാഴ്ച കോഴിക്കോട് കുണ്ടായിത്തോട് സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടക്കും. ഉത്തര കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നായി 500ഓളം കലാപ്രതിഭകൾ മേളയിൽ പങ്കെടുക്കും. ICSE ISC സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉത്തര കേരളത്തിൽ ഇത്തരമൊരു കലോത്സവം ആദ്യമായാണ് നടക്കുന്നതെന്ന് സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് നിർവഹിക്കും. സമാപന സമ്മേളനത്തിൽ MK രാഘവൻ MP മുഖ്യാതിഥിയായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഉത്തരമേഖലാ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും എക്സലൻസ് അവാർഡ് ദാനവും ഈ മാസം 23-ാം തീയതി കോഴിക്കോട് താജ് ഗേറ്റ്വേ ഹോട്ടലിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരിപാടിയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് നിർവഹിക്കും. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരിക്കും. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീം ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ഉത്തര കേരളത്തിൽ വ്യത്യസ്ത മേഖലയിൽ ആസൂത്രണ വൈഭവത്താലും കാര്യക്ഷമമായ പ്രവർത്തനത്താലും വിജയം കൈവരിച്ചവരെ ആദരിക്കുകയും അതുവഴി വരും തലമുറയ്ക്ക് പ്രചോദനം നൽകുകയുമാണ് KCCI NR എന്റർപ്രൈനർ എക്സലൻസ് അവാർഡിന്റെ ഉദ്ദേശമെന്ന് സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ശില്പിയും പ്രഥമ പ്രസിഡന്റുമായിരുന്ന ഷെയ്ഖ് സയ്യിദ് അൽ നഹിയാന്റെ സ്മരണാർത്ഥം ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് വർഷം തോറും നൽകിവരുന്ന ഷെയ്ഖ് സയ്യിദ് അവാർഡിന് ഈ വർഷം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. UAE ദേശീയ ദിനമായ ഡിസംബർ 2-ാം തീയതി ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മലബാർ പാലസ് ഹോട്ടലിൽ വെച്ച് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ അവാർഡുകൾ സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ നിതാഖത്ത്, സ്വദേശവൽക്കരണം തുടങ്ങിയ കാരണങ്ങളാൽ ഗൾഫിൽ നിന്നും തിരിച്ചുവരുന്നവരുടെ പുനരധിവാസത്തിനും മാർഗങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളും സംബന്ധിച്ച പ്രബന്ധങ്ങളും അവതരിപ്പിക്കും. അബൂബക്കർ സയ്യിദി എഴുതിയ ഷെയ്ഖ് സയ്യിദ് ഒരു കാലത്തിന്റെ കരുത്ത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നിർവഹിക്കും. നാരായം ഓൺലൈൻ ഗ്രൂപ്പ് നടത്തിയ കവിതാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും കവിയരങ്ങും ഈ മാസം 16-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ചടങ്ങ് A. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. റോയ് K. ഗോപാൽ, സിന്ധു അർജുൻ, സന്തോഷ് വർമ്മ, ശ്രീജിത്ത് ഹരിദാസ്, സുധാ R. മേനോൻ, ക്ഷേമ K. തോമസ്, രഞ്ജു K. നായർ എന്നിവരാണ് സമ്മാനാർഹർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ മലയോര മേഖലയിൽ ഹർത്താലിൽ പരക്കെ അക്രമം. പൂർവ്വകാലത്തിന്റെ നഷ്ടപ്രതാപങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് തുലാമാസത്തിലെ രേവതി നാളിൽ തളി മഹാക്ഷേത്രത്തിൽ പട്ടത്താന മഹോത്സവം. CPM തങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ പലയിടത്തും അക്രമങ്ങൾ നടത്തുന്നതായി RMP സംസ്ഥാന കൺവെൻഷൻ നവംബർ 17, 18 തീയതികളിൽ കോഴിക്കോട്ട്. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.